എളുപ്പത്തിൽ നമുക്ക് കായ്പോള തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ബനാന എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇനി അത് 2 കഷ്ണങ്ങളാക്കി മുറിച്ച് ആ ഒരു കഷ്ണം 3 4 പീസാക്കി മാറ്റാം. ഇനി അതൊരു പാനിൽ അടുപ്പത്ത് വെച്ച് ഗീ ഒഴിച്ചു കൊടുത്ത് വഴറ്റിയെടുക്കാം. നല്ല രീതിക്ക് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇത് വഴറ്റാം. ഇനി ഒരു പാത്രത്തിൽ 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വഴറ്റി വെച്ചിട്ടുള്ള ബനാന കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് പല രൂപത്തിലും വഴറ്റിയെടുക്കുന്നതുണ്ട്. ഞാൻ ഇങ്ങനെയാണ് വഴറ്റുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് വഴറ്റിയെടുക്കാം. ഇനി അതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഗീ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കാഷ്യൂ കിസ്മിസ് വറുത്തെടുക്കാം. ഇനി അത് വറുത്ത് മാറ്റിയെടുത്ത് ഒരു പഴയ പാൻ അടിയിൽ വെച്ചിട്ട് വേണം ഇത് പാകം ചെയ്യാൻ. ഇനി അതിലേക്ക് ഈ ബനാന മിക്സ് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മേലെ ഈ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുത്താൽ ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റൊരു